ഓക്കെ, നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ വി ഹാവ് ഓൾറെഡി സീൻ വാട്ട് ഇസ് ലോജിക്കൽ ഓപ്പറേറ്റർ, അർഥമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ കണ്ടു. സോ അപ്പാർട്ട് ഫ്രം ഓൾ ദീസ്, നെക്സ്റ്റ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണ്, അതാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ഈ ബിറ്റ് ആൻഡ് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നോർമലി നമ്മൾ കമ്പ്യൂട്ടറായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് എപ്പോഴും മെഷീൻ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ്. ഓക്കെ, ഈ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എഴുതിയിരുന്നത് സീറോസ് ആൻഡ് വൺസ് ഉപയോഗിച്ചിട്ടാണ് മെഷീൻ ലാംഗ്വേജ് എഴുതിയിരുന്നത്. സോ ഒരുപാട് സീറോസും വൺസും ഇങ്ങനെ ഒരുമിച്ച് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓരോ വേർഡ്സ് എന്ന് പറയാം അതിൽ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ നോർമലി മെഷീൻ ലാംഗ്വേജ് എഴുതിയിരുന്നത്. സോ അത് ഇത്തിരി ടഫ് ആയത് കാരണവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവുന്നത് കാരണമാണ് നെക്സ്റ്റ് ലെവൽ ഓഫ് ലാംഗ്വേജ്, ദാറ്റ് ഇസ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് വന്നത്. ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ന്യൂമോണിക്സ് യൂസ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇങ്ങനെ അഡീഷൻ ആണെങ്കിൽ ആഡ് എ കോമ ബി, ഇങ്ങനെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡാറ്റ എയിലുണ്ട്, ഒരു ഡാറ്റ ബിയിലുണ്ട്, ഇതിലത്തെ രണ്ട് കണ്ടന്റും കൂടി ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഹൈ ലെവലിലേക്ക് വരുന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സി ലാംഗ്വേജ്. ഓക്കെ, സി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഹയർ ലെവലാണ്. അത് നന്നായി മനസ്സിലാക്കാൻ പറ്റും, എഴുതാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് നോർമൽ യൂസറിന്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ വെരി ഡിഫിക്കൽട്ട് ഫോർ മെഷീൻ ടു അണ്ടർസ്റ്റാൻഡ്. അത് മെഷീനിന് മനസ്സിലാവില്ല. സോ ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിനെ അതിലേക്ക് അത് കൺവേർട്ട് ചെയ്യണം. അതിലാണ് നമ്മൾ കമ്പൈലേഴ്സും ഇന്റർപ്രിറ്റേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് 3 ലെവൽസ് ഓഫ് ലാംഗ്വേജ്. സോ ഇതിൽ ഏറ്റവും ബേസിക് ലെവൽ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് നമ്മളുടെ മെഷീൻ ലാംഗ്വേജ്. അത് സീറോസും വൺസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ കോഡ് എഴുതുക. കുറെ കോമ്പിനേഷൻസ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. സോ ഈ സീറോയും വണ്ണും തമ്മിലുള്ള ഓപ്പറേഷൻസിനെ പറയുന്ന പേരാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ഒരു ആംപ്രസാൻഡ്, നമ്മൾ രണ്ട് ആംപ്രസാൻഡ് കണ്ടു. അത് റിലേഷണൽ ഓപ്പറേറ്ററിലുള്ളത്, ലോജിക്കൽ ഓപ്പറേറ്ററിലുള്ള ആൻഡ് ആണ്. ഓക്കെ, ഈ ആൻഡ് എന്ന് പറയുമ്പോൾ ഒരു ആംപ്രസാൻഡ് യൂസ് ചെയ്താൽ അതിന്റെ അർത്ഥം അത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സീറോന്റെ വണ്ണിന്റെ ഇടയിലുള്ള ഓപ്പറേഷൻ ആണ് അത് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാന്ന് ഞാൻ പറയാം. നെക്സ്റ്റ് ഇസ് ഓർ ഓപ്പറേറ്റർ. ആൻഡ് അടുത്തത് ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേറ്റർ ആണ്. അടുത്തത് നോട്ട് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഷോ യു ഇൻ ദ ഫോം ഓഫ് ട്രൂത്ത് ടേബിൾ. സോ നിങ്ങൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിക്കുന്നുണ്ടാവും. ഇപ്പൊ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൽ നമ്മൾ ട്രൂത്ത് ടേബിൾസ് പഠിക്കുന്നുണ്ടാവും. ദാറ്റ് ഇസ് ഫോൾസ് ഫോൾസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇവിടെ നമുക്ക് പറയാം ഫോൾസ് ആൻഡ് ഫോൾസ്, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഫോൾസ് ആയിരിക്കും. ഫോൾസും ട്രൂ ആണെങ്കിൽ ദാറ്റ് ഇസ് കൺജങ്ഷൻ എന്ന് പറയും. കൺജങ്ഷൻ. സോ കൺജങ്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യും, രണ്ട് ഇൻപുട്സും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഫോൾസിനും ട്രൂവിനും പകരം വിൽ യൂസ് 0 ഫോർ ഫോൾസ് ആൻഡ് 1 ഫോർ ട്രൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഈ ആൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക? ബിറ്റ് ബൈ ബിറ്റ് ആണ് കേട്ടോ. ഓരോ ബിറ്റ് ആണ് നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ദാറ്റ് ഇസ് 0 ആൻഡ് 0 എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഒരു മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ്. ഓക്കെ, 0 ആൻഡ് 1 എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഇൻപുട്ട് 0 ആണ്, രണ്ടും നമ്മൾ 1 ആയാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 ആവുള്ളൂ. രണ്ടും ട്രൂ ആയാലേ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. ഇവിടെ 0 ഒരെണ്ണം ട്രൂ ആണോ? അല്ല, ഒരെണ്ണം ഫോൾസ്. 0 എന്ന് പറയുമ്പോൾ ഫോൾസ് ആണ്. ഫോൾസും ട്രൂവും കൂടി കഴിഞ്ഞാൽ ഫോൾസ് ആണ്. എഗെയിൻ ട്രൂവും ഫോൾസും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൾസ് ആണ്. ദാറ്റ് ഇസ് 0 ആണ്. 1 എന്ന് പറയുമ്പോൾ 1 ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ പോലെയാണത്. ഓക്കെ, ഇനി അടുത്ത ഓപ്പറേഷൻ ആണ് ഓർ. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ദാറ്റ് ഇസ് 0 രണ്ട് ഫോൾസ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഫോൾസ്. 0 1 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാലും നമുക്ക് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ദാറ്റ് ഇസ് 1 എന്ന് പറയുന്നതാണ് ഈ ട്രൂ. അപ്പൊ ഇതിൽ ഒരെണ്ണം 1 ആണല്ലോ, സോ ഔട്ട്പുട്ട് വിൽ ബി 1. ഇനി 1 0 എന്ന് പറയുമ്പോഴും ഒരു ഇൻപുട്ട് 1 അല്ലേ, സോ ഔട്ട്പുട്ട് 1 ആയിരിക്കും. രണ്ടും 1 ആയാലും 1 ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും ഇങ്ങനത്തെ ഔട്ട്പുട്ട്. ഓക്കെ, എക്സോറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സീറോസും രണ്ട് വൺസും വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, രണ്ട് ഇൻപുട്സ് 0 ആണ്, അല്ലെങ്കിൽ രണ്ട് ഇൻപുട്സും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം 1 ആയാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഈ ട്രൂത്ത് ടേബിൾ മനസ്സിൽ വെക്കാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ദാറ്റ് ഇസ് ഐ വിൽ ഷോ യു വൺ കോഡ്. Okay, so it is given that
two variables are given, int a, b. രണ്ട് വേരിയബിൾസ് തന്നിട്ടുണ്ട്. എന്റെ വാല്യൂ എന്ന് പറയുന്നത് a is equal to 4 ആണ്, സോറി 5 ആണ്. എന്റെ വാല്യൂ 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്റെ വാല്യൂ 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്റെ വാല്യൂ 5ഉം ബിന്റെ വാല്യൂ 6ഉം. ഇനി ഇതിന്റെ ആൻസർ എന്താന്ന് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് സി ഇസ് ഈക്വൽ ടു എ ആൻഡ് ബി എന്ന് എഴുതിയിട്ടുണ്ട്. സി ഇസ് ഈക്വൽ ടു എ ആൻഡ് ബി. ഇനി പ്രിന്റ് എഫ്, സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പെർസെന്റേജ് ഡി കോമ സി പ്രിന്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ്, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, അതായത് എക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു, ബിക്ക് 6 എന്ന് പറഞ്ഞ വാല്യൂ, ഇത് ഇന്റീജർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ആംബ്രസാൻഡ് ആണ് യൂസ്, ദാറ്റ് ഇസ് ആൻഡ് ഓപ്പറേഷൻ ആണ് എന്റെയും ബിന്റെ ഇടയിൽ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ യൂസ് ചെയ്താൽ ദാറ്റ് മീൻസ് എനെ കമ്പൈലർ എന്ത് ചെയ്യും, ഒരു ബൈനറി ഫോർമാറ്റിലാക്കും, ബിനെ വേറെ ബൈനറി ഫോർമാറ്റിലാക്കും, എന്നിട്ട് അത് രണ്ടും കൂടി ഓപ്പറേഷൻ ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന് ഇപ്പൊ നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കും. ഇത് ഓൾറെഡി തന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ആദ്യത്തത് 1000 ആണ്, രണ്ടാമത്തത് 0101 ആണെന്ന് വിചാരിക്കാം. എന്റെ വാല്യൂ ഇപ്പൊ 5ന്റെയും 6ന്റെയും ബൈനറി വാല്യൂ ഇതല്ല, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പൊ ആൻഡ് ചെയ്യാ എന്ന് പറയുമ്പോൾ ബിറ്റ് ബൈ ബിറ്റ് ആൻഡ് ചെയ്യാം. ഓക്കെ, ഓരോ ബിറ്റ് ബൈ ഇവിടെ നിന്ന് തുടങ്ങാം. 0ഉം 1ഉം കൂടി വരുമ്പോ എന്താണ് വരിക ആൻസർ? 0 ആൻഡ് 1 എന്ന് പറയുമ്പോൾ 0 ആണ്. ഓക്കെ, ഇനി 0 ആൻഡ് 0 എന്ന് പറയുമ്പോൾ 0 അഗെയിൻ 0 ആണ്. ഇനി അഗെയിൻ 0 ആൻഡ് 1 എന്ന് പറയുമ്പോൾ എന്താണത്? 0 ആണ്. 1 ആൻഡ് 0 എന്ന് പറയുമ്പോൾ 0 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 0 0 0 0. ഇതാണ് ഔട്ട്പുട്ട്. പക്ഷെ നമുക്ക് ഈ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ബൈനറി ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ഇന്റീജർ ആണ്. പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ഉദ്ദേശിക്കുന്നത്? ഇന്റീജർ ആണ്. സോ ഇതിന്റെ കറസ്പോണ്ടിങ് ഇന്റീജർ പ്രിന്റ് ചെയ്യും, ഇതിന്റെ കറസ്പോണ്ടിങ് ഇന്റീജർ 0. ഓക്കെ, ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സാധാരണ വാല്യൂസ് ഇങ്ങനെയാണ്. 0 0 0 0 എന്ന് പറയുമ്പോൾ 0നെ ബൈനറി 0നെയാണ് ഉദ്ദേശിക്കുന്നത്. 0 0 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈനറി 1നെയാണ് ഉദ്ദേശിക്കുന്നത്. 0 0 1 0 എന്ന് പറയുന്നത് ബൈനറി 2. ഇങ്ങനെ ഇതിന്റെ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക്. ബിറ്റ് ബൈ ബിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താ നോക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആണ് നമ്മൾ എഴുതേണ്ടത്, സോറി ഇന്റീജർ ആണ് എഴുതേണ്ടത്. സോ ഇങ്ങനത്തെ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ പല ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, എക്സോർ ഉണ്ട്. ഇതിനൊക്കെ ഔട്ട്പുട്ട് ആ ട്രൂത്ത് ടേബിൾ അനുസരിച്ചിരിക്കും. നോട്ട് എന്ന് പറയുമ്പോൾ 0നെ 1 ആക്കും, 1നെ 0 ആക്കും, നേരെ ഓപ്പോസിറ്റ്. പിന്നെ രണ്ടെണ്ണോട് ലെഫ്റ്റ് ഷിഫ്റ്റും റൈറ്റ് ഷിഫ്റ്റ് ആണ്. അത് ഈ ബൈനറി ഡേറ്റനെ തന്നെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനും റൈറ്റിലേക്ക് മൂവ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ ഇത്രയും നോക്കിയാൽ മതി. ജസ്റ്റ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്താണ്, എങ്ങനെയാണ് രണ്ട് ബിറ്റ്സ് തമ്മിൽ ഓപ്പറേഷൻസ് ചെയ്യുക, ആൻഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഓർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എക്സോർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, ഇനി നൗ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ്മെന്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സി പ്രോഗ്രാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? സി പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി പ്രോഗ്രാം എപ്പോഴും നമുക്ക് ഒരു ഹാഷ് ഇൻക്ലൂഡ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എപ്പോഴും സി പ്രോഗ്രാം ഒരു ഹാഷ് ഇൻക്ലൂഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അടുത്തത് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. എല്ലാ സി പ്രോഗ്രാമിങ്ങിനും ഇത് കോമൺ ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, വേരിയബിൾസ് എന്നാണ് പറയാം നമ്മൾ. വേരിയബിൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ എല്ലാം നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇന്റിജർ ആണെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന കീവേഡ് എന്താ? ഇന്റ്. ഇപ്പൊ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞു, ബി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ ബി. ഇതൊക്കെ ഇന്റിജേഴ്സ് ആണ്. സി ഇതൊക്കെ ഇന്റിജേഴ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇന്റിജർ എന്ന് പറയുന്ന ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. റീഡിങ്ങിനെയാണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുക? റീഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് സ്കാൻ എഫ് എന്നുള്ള ഒരു കമാൻഡാണ് നമ്മൾ റീഡിങ്ങിന് യൂസ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനൊക്കെ ഫോർമാറ്റ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. ഡബിൾ കോട്ട്സിന്റെ ഉള്ളില് നമ്മൾ എന്താണ് റീഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്റിജറിനെയാണോ, ക്യാരക്ടറിനെയാണോ, ഫ്ലോട്ട് ആണോ, അങ്ങനെയാണ് പറയേണ്ടത്. സോ ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ഇപ്പൊ ഇന്റിജർ ആണെങ്കിൽ
നമ്മൾ അവിടെ യൂസ് ചെയ്യുക ഇന്റ് എന്നല്ല യൂസ് ചെയ്യുക. അപ്പൊ ഈ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ ഇന്റിജർ ആണോ, ക്യാരക്ടർ ആണോ, ഫ്ലോട്ട് ആണോ, ഡബിൾ ആണോ എന്നൊക്കെ പറയണ്ടേ. റീഡ് ചെയ്യാൻ പോകുന്നത് ഏത് വാല്യൂ ആണെന്ന്. ആ വാല്യൂ നമ്മൾ ഈ ഒരു വേർഡ്സിന്റെ ഫോർമാറ്റിലല്ല പറയാ, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് സ്പെസിഫയർ എന്നാണ് അതിനെ പറയാ. ഇന്റിജർ ആണെങ്കിൽ വിൽ യൂസ് പെർസെന്റേജ് ഡി. ഇഫ് ഇറ്റ് ഇസ് ഫ്ലോട്ട് ഇറ്റ് ഇസ് പെർസെന്റേജ് എഫ്. ഇഫ് ഇറ്റ് ഇസ് ക്യാരക്ടർ പെർസെന്റേജ് സി. ഡബിൾ പെർസെന്റേജ് എൽ എഫ്. ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ വൺ ക്യാരക്ടർ ആണെങ്കിൽ പെർസെന്റേജ് എസ്. ദാറ്റ് ഇസ് ഇപ്പൊ ഇവിടെ ഇന്റിജർ ആണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പെർസെന്റേജ് ഡി ഇന്റിജർ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് മസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്ത് കോമ ഇടുക. ഇനി നമ്മൾ ഏത് പേരിലാണ് ഈ ഇന്റിജർ സേവ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ അവിടെ അത് ഒരു ആംബ്രസാൻഡ് സിമ്പിളോട് കൂടി ഇടുക. മസ്റ്റ് ആണ് ആംബ്രസാൻഡ് സിമ്പിൾ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ആസ്കിംഗ് ടു റീഡ് സം വാല്യൂ. റീഡ് ചെയ്യാനാണ് പറയുന്നത്. എന്താ റീഡ് ചെയ്യേണ്ടത്? ഇന്റിജറിനെയാണ് റീഡ് ചെയ്യേണ്ടത്. എന്താണ് അതിന് പേര് കൊടുക്കേണ്ടത്? എ എന്ന് പേര് കൊടുക്കണം. ഇനി ആംബ്രസാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു അഡ്രസ്സിൽ പോയി സ്റ്റോർ ചെയ്യാനാണ്. റീഡ് ചെയ്തിട്ട് ഈ എ എന്ന പേരിൽ ഏതെങ്കിലും ഒരു അഡ്രസ്സിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യൂ ആ വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബിനെ നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? സ്കാൻഎഫ്, അതുപോലെ തന്നെ പെർസെന്റേജ് ഡി, പെർസെന്റേജ് ഡി, കോമ ആംബ്രസാൻഡ് ബി. ഇത് കഴിഞ്ഞ് എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സെമി കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ആണ്. ഇങ്ങനെയാണ് റീഡിംഗ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദിസ് ഇസ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. ഇനി നമുക്ക് ഈ എന്റെ വാല്യൂ റീഡ് ചെയ്ത എന്റെ വാല്യൂ റീഡ് ചെയ്ത ബിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അത് അല്ലെ, ഔട്ട്പുട്ട് ആണ് നമ്മൾ കാണിക്കുക. പ്രിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് പ്രിന്റ്. സെയിം ഫോർമാറ്റ് ആണ്. നമ്മൾ എന്താണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ടൈപ്പ് പറയുക, പെർസെന്റേജ് ഡി. ഓക്കെ, സ്കാൻഎഫിന്റെ അതേ ഫോർമാറ്റ് ആണ്. പക്ഷേ വി വോണ്ട് സ്പെസിഫൈ ആംബ്രസാൻഡ് ഹിയർ. ഇവിടെ ആംബ്രസാൻഡ് നമ്മൾ പറയില്ല, നേരെ മറിച്ച് വേരിയബിളിന്റെ പേര് മാത്രമേ പറയുള്ളൂ. അപ്പൊ പ്രിന്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. എന്തിനാ പ്രിന്റ് ചെയ്യേണ്ടത്? ഒരു ഇന്റിജറിനെയാണ്. ആ ഇന്റിജറിന്റെ വാല്യൂ എവിടെ ഇരിക്കുന്നുണ്ട്? എയിൽ ഇരിക്കുന്നുണ്ട്. ഇനി ബി എങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്യും? പ്രിന്റ് എഫ് പെർസെന്റേജ് ഡി. നമുക്ക് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? കോമ ബി പ്രിന്റ് ചെയ്യണം, സെമി കോളൻ. ഓക്കെ, സോ ഇത് റണ്ണ് ചെയ്യുമ്പോ ഇറ്റ് ഈസ് എക്സ്പെക്ടിങ് സം വാല്യൂ. റീഡ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കണേ. സോ ഞാൻ 2 എൻ്റർ ചെയ്തു, 3 എൻ്റർ ചെയ്തു. അപ്പൊ ഇപ്പൊ 2ഉം 3ഉം പ്രിന്റ് ചെയ്തു. 2ഉം 3ഉം ആണ്, സ്പേസ് ഇല്ലാത്തത് കാരണമാണ്. നമുക്കിത് കറക്റ്റ് അറിയണമെങ്കിൽ നമ്മൾ സ്ലാഷൻ കൊടുത്താൽ മതി. സ്ലാഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലൈൻസിൽ അത് വരും. 2 ലൈൻസിലായിട്ട് വരും. ഇപ്പൊ 2ഉം 3ഉം ആണ് ഞാൻ കൊടുക്കണമെന്ന് വെച്ചാൽ 2 3 പ്രിന്റ് ചെയ്തു വന്നു. മനസ്സിലായോ? സോ ഈ സ്ലാഷൻ പുതിയ ലൈനിൽ പ്രിന്റ് ചെയ്യാനാണ്. നേരത്തെ 2 3 ഒരുമിച്ച് വന്നില്ലേ, അത് മാറ്റാനാണ്. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം വന്നു വെച്ചാൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് നിൽക്കുന്നത്. സോ നമുക്കറിയില്ല, നമുക്ക് ഈ പ്രോഗ്രാം കാണാൻ പറ്റില്ല റൺ ചെയ്യുമ്പോൾ. ഇതിപ്പോ ഓൺലൈൻ കമ്പൈലർ ആയത് കാരണമാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത്. നമുക്ക് സാധാരണ നമ്മൾ ഉബുണ്ടുവിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാം കാണാൻ പറ്റില്ല. സോ നമുക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേഴ്സർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സോ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലിനെസ് വരാൻ വേണ്ടിയിട്ട് ഈ ഈ ഒരു പ്രിന്റ്എഫിന്റെ മുകളിൽ പ്രിന്റ്എഫിന്റെ മുകളിൽ സ്കാൻഎഫിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രിന്റ്. ഇത് നിർബന്ധമല്ല, ഒരു പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ്. എന്റർ ദ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞ് വെറുതെ ഒരു പ്രിന്റ്എഫ് വാല്യൂ കൊടുക്കുക, പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്തെങ്കിലും ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ വെറുതെ ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഒരു പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ് വെറുതെ സ്കാൻഎഫിന്റെ മുകളിൽ. അപ്പൊ നമുക്ക് എന്തിനാണ് ഇത് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി അതുപോലെ ഒരു പ്രിന്റ്എഫ് സ്റ്റേറ്റ്മെന്റ് അടുത്ത ബി സ്കാൻ ചെയ്യുന്നതിന് മുകളിലേയും കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളൊന്ന് റൺ ചെയ്ത് നോക്കിയേ എന്താണ് ഔട്ട്പുട്ട് വരിക. കണ്ടോ? എന്റർ ദ വാല്യൂ ഓഫ് എ 2 കൊടുത്തു ഞാൻ. അപ്പൊ അതിനൊരു അർത്ഥം വന്നു. എന്റർ ദ വാല്യൂ ഓഫ് ബി 3 കൊടുത്തു. ഓക്കെ, 2ഉം 3ഉം പ്രിന്റ് ചെയ്തു വന്നു. ഇങ്ങനെയും കൊടുക്കാം. പ്രിന്റ്എഫ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിന്റ്എഫ്, ഈ സ്കാൻഎഫിന്റെ മുകളിലുള്ള പ്രിന്റ്എഫ് നിർബന്ധമില്ല. ബട്ട് യൂസർ ഫ്രണ്ട്ലിനെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്.